ഹലോ ഗൈസ്, ഇന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് രസമാണ്. വാളംപുളി കുതിർത്ത് വെച്ച വെള്ളമാണ്. ആ വാളംപുളി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ ചാറാണ് എടുക്കുന്നത്, വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇത് കുരുമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇത് പച്ചമുളക്, ഇത് കട്ടക്കായം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ചട്ടി ചൂടാൻ വെച്ചിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് തക്കാളി ആഡ് ചെയ്തു. തക്കാളി ഒന്ന് വഴണ്ടി വന്ന ശേഷം നമുക്ക് വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതങ്ങനെ മെല്ലെ ഇട്ട് കൊടുക്കും. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്തിനകത്ത് നമുക്ക് ഈ കട്ടക്കായവും പച്ചമുളകും ഇടാം. അതൊക്കെ അത് പിടിക്കേണ്ട സാധനമില്ല. കട്ടക്കായം നമ്മളതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് ഇതെല്ലാം പിടിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കായ അതിൽ നിന്നും പിടിക്കും. അതുപോലെ ഒന്ന് മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്കും, ചുമന്ന കളറാകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മളെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എല്ലാം റെഡിയായിട്ടുണ്ട്. ഈ പുളിവെള്ളം ഒന്ന് തെളിച്ചൊഴിക്കുകയാണ്. ഇത് അടിയിലത്തെ ഇത് വേണ്ട, നമുക്കൊന്ന് അരിച്ചൊഴിച്ചാലും കുഴപ്പമില്ല, തൊത്തെല്ലാം കൂടി വീഴും. നമ്മൾ തെളിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒഴിക്കാം. ബാക്കി എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പ്, ഓരോരുത്തർക്ക് പാകത്തിന് ആവശ്യമായ ഉപ്പിടാം. അപ്പം നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ടേക്കാണ്. പോരെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ലേശം മുളക് പൊടി ആഡ് ചെയ്യണം. ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര എരിവാണോ അതനുസരിച്ച് ആഡ് ചെയ്യാം. നമ്മളെ എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ലേശം ഇങ്ങനെ ഒന്ന് തൂറ്റിയാൽ മതി. എന്നിട്ട് നമ്മളൊന്ന് എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണ്ടേ. നമ്മളിങ്ങനെ ഒന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മപ്പിടാൻ തിളയ്ക്കുമല്ലോ. തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും, നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.